ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് കെമിക്കൽ ഫോർമുലാസ് ആണ്. ഇത് ആക്ച്വലി TCS ചോദിക്കുന്നതാണ്. അതായത് നേരത്തെ SSC ആയിരുന്നപ്പോഴും TCS കണ്ടക്ട് ചെയ്തപ്പോഴും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ റെയിൽവേ ആണല്ലോ SSCയുടെ വെണ്ടർ TCS മാറി, പക്ഷെ റെയിൽവേക്ക് സ്റ്റിൽ ഈ പറയുന്ന TCS തന്നെയാണ്. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ഇതാണ് കെമിക്കൽ ഫോർമുലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഒന്നും നോക്കത്തില്ല, കുറച്ച് 50 മുകളിലുള്ള നമുക്ക് എന്ത് നോക്കാം, കെമിക്കൽ ഫോർമുലാസ് നോക്കിപ്പോ. അപ്പൊ ആദ്യം നോക്കുന്നത് FeO ആണ്. FeO എന്ന് പറയുമ്പോഴത്തേക്ക് ഫെറസ് ഓക്സൈഡ് ആണ്. ഫെറസ് ഓക്സൈഡ് ആണ്. ഇത് ഗ്രീൻ ഗ്ലാസസിലൊക്കെ അതിന്റെ മേക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഫെറസ് ഓക്സൈഡ്. ഫെറസ് ആണ്, ഫെറിക് അല്ല. ഫെറിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ Fe2O3 ആണ്. ഫെറിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ Fe2O3 ആണ്. ഇത് ആക്ച്വലി ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് ഓർണമെന്റ്സ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ പറയുന്ന ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇനി FeSO4 7H2O. FeSO4 7H2O എന്ന് പറയുമ്പോഴത്തേക്ക് ഫെറസ് സൾഫേറ്റ് ആണ്. ഫെറസ് സൾഫേറ്റ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടും. ഗ്രീൻ വിട്രിയോൾ, ഗ്രീൻ വിട്രിയോൾ, ഗ്രീൻ വിട്രിയോൾ. വൈറ്റ് വിട്രിയോൾ ഉണ്ട്, ബ്ലൂ വിട്രിയോൾ ഉണ്ട്, ഗ്രീൻ വിട്രിയോൾ ആണ്. ഗ്രീൻ വിട്രിയോൾ, ഗ്രീൻ ആണ് ഗ്രീൻ. ഇനി അടുത്തത് FeSO4 NH4. FeSO4 NH4 twice SO4 6H2O. ഇതെന്ന് പറയുമ്പോൾ മോഴ്സ് സാൾട്ട് ആണ്. മോഴ്സ് സാൾട്ട് ആണ്. ഓക്കെ, അടുത്തത് FeOH ത്രൈസ്. FeOH ത്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്. ഓക്കെ, അടുത്തത് CO+N2. CO+N2 എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് ആണ്. പ്രൊഡ്യൂസർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്. അടുത്തത് CO+H2 ഉണ്ട്. CO+H2 എന്ന് പറയുന്ന വാട്ടർ ഗ്യാസ് ആണ്. CO+H2 എന്ന് പറയുന്ന വാട്ടർ ഗ്യാസ് ആണ്. വാട്ടർ ഗ്യാസ്. ഇനി N2O. N2O എന്ന് പറയുന്ന ലാഫിംഗ് ഗ്യാസ് ആണ്. സർജറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ലാഫിംഗ് ഗ്യാസ്, അല്ലെങ്കിൽ നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ്. നൈട്രസ് ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് N2O. ഇനിയുണ്ട് ആലം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആലം. വാട്ടർ പ്യൂരിഫിക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ആലം എന്ന് പറയുന്നത്. ആലം എന്ന് പറയുന്നത് K2SO4 Al2SO4 thrice 18H2O. ഈ Al2SO4 thrice എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ്? അലൂമിനിയം സൾഫേറ്റ് ആണ്. അലൂമിനിയം സൾഫേറ്റ് ആണ്. ഇനി AlCl3 ഉണ്ട്. AlCl3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. ക്രാക്കിംഗ് ഓഫ് പെട്രോളിയത്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ പറയുന്ന അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇത് ഞാൻ പറഞ്ഞു ഗ്രീൻ വിട്രിയോൾ പറഞ്ഞപ്പോൾ വൈറ്റ് വിട്രിയോൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സിങ്ക് സൾഫേറ്റ് ആണ് ഈ പറയുന്ന വൈറ്റ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നത്. സിങ്ക് സൾഫേറ്റ്, വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ഏതാണ്? സിങ്ക് സൾഫേറ്റ് ആണ്. സിങ്ക് സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്. ഇനി ബ്ലീച്ചിങ് പൗഡർ ഉണ്ട്. ബ്ലീച്ചിങ് പൗഡർ CaClO ട്വൈസ്, ബ്ലീച്ചിങ് പൗഡർ. ഇനി ഗ്ലോബൽ സാൾട്ട് ഉണ്ട്. ഗ്ലോബൽ സാൾട്ട് എന്ന് പറയുമ്പോൾ Na2SO4 10H2O, ഗ്ലോബൽ സാൾട്ട്. ഗ്ലോബൽ സാൾട്ട്, ഗ്ലോബൽ സാൾട്ട്. Then CaSO4 2H2O എന്ന് പറയുന്നത്. CaSO4 2H2O എന്ന് പറയുന്നത് ജിപ്സമാണ്. ഓക്കെ, അതേസമയം CaSO4 half H2O, CaSO4 half H2O, H2O വാട്ടർ ആണെന്ന് അറിയാലോ. ഇതെന്ന് പറയുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, ഇനി ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ഇനി കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ക്യുക്ക് സ്ലേക്കഡ് ലൈം എന്നറിയപ്പെടുന്നത്. ഇത് ക്യുക്ക് ലൈം, ഇത് സ്ലേക്കഡ് ലൈം. ഓക്കെ, ദെൻ CHCl3 എന്ന് പറയുമ്പോൾ ക്ലോറോഫോം ആണ്. അതിൽ ക്ലോറിൻ മാറ്റിയിട്ട് ബ്രോമിൻ അവിടെ വന്നു കഴിഞ്ഞാൽ ബ്രോമോഫോം ആവും. ഈ ബ്രോമിൻ മാറ്റിയിട്ട് അയഡിൻ അവിടെ വന്നു കഴിഞ്ഞാൽ അയഡോഫോം ആവും. അപ്പൊ ക്ലോറോഫോം, ബ്രോമോഫോം, അയഡോഫോം എല്ലാത്തിനും ഒരേ ഫോർമുല തന്നെയാണ്. ഇപ്പൊ ബ്രോമിൻ ആണെങ്കിൽ CHBr3, അയഡിൻ ആണെങ്കിൽ CHI3. ഇനി Na2CO3 നമുക്കറിയാം സോഡിയം കാർബണേറ്റ്, അല്ലെങ്കിൽ എന്തെന്ന് പറയും? വാഷിംഗ് സോഡ എന്ന് പറയും. വാഷിംഗ് സോഡ എന്ന് പറയും. വാഷിംഗ് സോഡ. ഇനി NaHCO3 എന്താണ്? ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ്. മറ്റേ സോഡിയം കാർബണേറ്റും ഇത് സോഡിയം ബൈകാർബണേറ്റും. ഓക്കെ, ഇനി CaCO3 കാൽസ്യം കാർബണേറ്റ്, അല്ലെങ്കിൽ മാർബിൾ എന്നൊക്കെ നമ്മൾ പറയും. കാൽസ്യം കാർബണേറ്റ്, മാർബിൾ എന്നൊക്കെ പറയും. അടുത്താണ് SiO2. SiO2 എന്ന് പറയുമ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. സിലിക്കൺ ഡയോക്സൈഡ് ആണ്, അല്ലെങ്കിൽ ക്വാഡ്സ് എന്ന് പറയും. ക്വാഡ്സ് എന്ന് പറയും. സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ക്വാഡ്സ് എന്ന് പറയും. മിൽക്ക് ഓഫ് മഗ്നീഷ്യ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദെൻ NaCl കോമൺ സാൾട്ട്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്. NaCl കോമൺ സാൾട്ട്, അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ റോക്ക് സാൾട്ട് എന്നൊക്കെ പറയും. ഇനി പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ്. പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ സോൾട്ട് പീറ്റർ എന്ന് പറയും. സോൾട്ട് പീറ്റർ എന്ന് പറയും. ദെൻ HGS മെർക്കുറി സൾഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനബാർ ആണ്. സിനബാർ, സിനബാർ. ഓക്കെ, ദെൻ കോപ്പർ സൾഫേറ്റ് CuSO4 5H2O.
കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ വിട്രിയോൾ ആണ്. ബ്ലൂ വിട്രിയോൾ പഠിച്ചു, വൈറ്റ് വിട്രിയോൾ പഠിച്ചു, ഗ്രീൻ വിട്രിയോൾ പഠിച്ചു. ഓക്കെ. പിന്നെ വിനാഗിരി CH3COOH ആസിഡ് ആണ്, അസറ്റിക് ആസിഡ് വിനാഗിരി എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ്. ഓക്കെ. പിന്നെ ഗ്ലിസറോൾ ഉണ്ട്. ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ C3H8O3 ഗ്ലിസറോൾ. ഓക്കെ. ദെൻ ഫോസ്റ്റീൻ ഉണ്ട്. ഫോസ്റ്റീൻ എന്ന് പറയുമ്പോൾ കാർബോക്സിൽ ക്ലോറൈഡ് ആണ് ഫോസ്ജീൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആസ്പിരിൻ ഉണ്ട്. അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ്. ആസ്പിരിൻ, അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ്, ആസ്പിരിൻ, അസറ്റൈൽ സാലിസൈക്ലിക് ആസിഡ്. ഓക്കെ. ഞാനിപ്പോ കോമൺ ആയിട്ടുള്ള പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഓറിനെ ബേസ് ചെയ്ത് പറയാം. ഓറിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓർ എന്ന് വെച്ച് കഴിയുമ്പോൾ ഐരെന്ന് നമ്മൾ പറയത്തില്ലേ, അതിനെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം ഇത് നോക്കാം. ഓക്കെ. അടുത്താണ് യൂറിയ എന്ന് പറയുമ്പോൾ NH2 ട്വൈസ് CO ആണ്. പിന്നുണ്ട് ബോറാക്സ് എന്ന് പറയുമ്പോൾ Na2P4O7 10H2O. ബോറാക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ബോറിക് ആസിഡ് പറയും. ബോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ H3BO3 ആണ് ബോറിക് ആസിഡ്. ഇനി നമുക്ക് അമോണിയം ക്ലോറൈഡും കൂടി നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓർസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓറുകൾ നോക്കാം. ആദ്യമേ അമോണിയം ക്ലോറൈഡ് NH4Cl, അമോണിയം ഹൈഡ്രോക്സൈഡ് അപ്പം എന്ത് വരും? NH4OH വരും, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അമോണിയം ഹൈഡ്രോക്സൈഡ്. ദെൻ അനിസോൾ ഉണ്ട്. അനിസോൾ എന്ന് പറയുമ്പോൾ മെതോക്സി ബെൻസിൻ ആണ്. അനിസോൾ എന്ന് പറയുമ്പോൾ മെതോക്സി ബെൻസീൻ ആണ്. ഓക്കെ. ദെൻ TNT എന്ന് വെച്ച് കഴിയുമ്പോൾ ട്രൈ നൈട്രോ ടോൾവിൻ. ഓക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഓറുകളെ പറ്റി നോക്കാം. അതായത് ഓരോന്നിനും ഓറുകൾ കാണും, അതിൽ നിന്നാണ് അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നോക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നോക്കാൻ നേരത്ത് ഓക്കെ, ആദ്യമേ ഞാൻ ഓക്സൈഡ് ഓറുകൾ പറയുകയാണ്. ഒന്ന് ഹേമറ്റൈറ്റ് എന്ന് പറയുമ്പോൾ അയണിന്റെ ഓറാണ്. ഹേമറ്റൈറ്റ് Fe2O3 ആണ്. ഹേമറ്റൈറ്റ്. അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ് ഉണ്ട്. Fe2O3FeO, മാഗ്നറ്റൈറ്റ്, അയണിന്റെ ഓറാണ്. പിന്നെ അലൂമിനിയത്തിന്റെ ഓറുണ്ട്, ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ്.
Al2O3 2H2O, Al2O3 2H2O, ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറാണ്. ദെൻ MnO2 മാംഗനീസിന്റെ ഓറാണ്. മാംഗനീസിന്റെ ഓറാണ് പൈറുലോസൈറ്റ് എന്ന് പറയും. പൈറുലോസൈറ്റ് എന്ന് പറയുന്നത് പൈറുലോസൈറ്റ്. ഇനി കാർബണേറ്റ് ഓറുകൾ എടുത്തു കഴിഞ്ഞാൽ കാൽസ്യത്തിന്റെ ഓറാണ് കാൽസൈറ്റ് എന്ന് പറയുന്നത്. കാൽസൈറ്റ്, കാൽസ്യത്തിന്റെ ഓറാണ് കാൽസൈറ്റ്. അത് CaCO3 തന്നെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. CaCO3 തന്നെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല, കാൽസൈറ്റ്. ഇനി മഗ്നീഷ്യം, മഗ്നീഷ്യം അതുപോലെ തന്നെ കാൽസ്യം. ഡോളമൈറ്റ്, ഡോളോമൈറ്റ്, ഡോളോമൈറ്റ് CaCO3 MgCO3, CaCO3 MgCO3, ഡോളോമൈറ്റ്. അടുത്തത് കലാമിൻ. കലാമിൻ എന്ന് പറയുമ്പോൾ സിങ്കിന്റെ ഓറാണ്. കലാമിൻ എന്ന് പറയുമ്പോൾ സിങ്കിന്റെ ഓറാണ്. കലാമിൻ, സിങ്ക് കാർബണേറ്റ്, സിങ്ക് CO3, കലാമിൻ, കലാമിൻ. മാലക്കൈറ്റ് ഉണ്ട്. മാലക്കൈറ്റ് എന്ന് പറയുമ്പോൾ കോപ്പറിന്റെ ആണ്. മാലക്കൈറ്റ്. CuCO3, CuOH twice, ഓക്കെ. എന്തിന്റെ ഓറാണ്? കോപ്പറിന്റെ ഓറാണ്. ഇനി ആസ്ബെറ്റോസ്. ആസ്ബെറ്റോസ്, ആസ്ബെറ്റോസ് എന്ന് പറയുമ്പോൾ CaSiO3 MgSiO3, ഇതാണ് ആസ്ബെറ്റോസ്. ഓക്കെ. ദെൻ കോപ്പർ പൈററ്റൈസ്. അതിനു മുമ്പ് പൈററ്റൈസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന FeS2 ആണ്. അപ്പൊ കോപ്പർ പൈററ്റൈസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? CuFeS3 എന്ന് പറഞ്ഞു വരും. ദെൻ സിനബാർ നമ്മൾ പഠിച്ചു, മർക്കുറിന്റെ അയൺ ആണ്. ദെൻ സിങ്ക് ബ്ലെൻഡ്. സിങ്ക് ബ്ലെൻഡ്, സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഏതാ? സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ് ആണ്. ഇനി ലെഡ് സൾഫൈഡ് അല്ലെങ്കിൽ ഗലീന എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാ? ലെഡ് സൾഫൈഡ് അല്ലെങ്കിൽ ഗലീന, അല്ലെങ്കിൽ ഗലീന. ലെഡിന്റെ ഓറാണ്. ഓക്കെ. അടുത്താണ് ക്രയോലൈറ്റ്. ക്രയോലൈറ്റ്, ക്രയോലൈറ്റ് എന്ന് പറയുമ്പോൾ Na3Al(F6), ക്രയോലൈറ്റ്. അടുത്തത് ജിപ്സം ഒക്കെ നമ്മൾ പറഞ്ഞു. ദെൻ കുറച്ച് എക്സ്ട്രാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്സം സാൾട്ട്. എപ്സം സാൾട്ട് എന്ന് പറയുമ്പോൾ MgSO4 7H2O, എപ്സം സാൾട്ട്, എപ്സം സാൾട്ട്. അടുത്ത കൊറണ്ടം എന്ന് പറയുമ്പോൾ അലൂമിനിയം ആണ്. Al2O3. അടുത്ത കുപ്രൈറ്റ്, 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 കുപ്രൈറ്റ്. അടുത്ത ചാൽക്കോസൈറ്റ്, ചാൽക്കോസൈറ്റ്. ഓക്കെ. അടുത്ത കാസിറ്ററൈറ്റ്, കാസിറ്ററൈറ്റ്, കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ്. ഓക്കെ.
ഇനി കാഡ്മിയത്തിന്റെ ഓർ നമുക്ക് ചോദിക്കാറുണ്ട്. കാഡ്മിയത്തിന്റെ ഓർ എന്ന് പറയുമ്പോൾ കാഡ്മിയത്തിന്റെ ഓർ എന്ന് പറയുമ്പോൾ ഗ്രീനോകൈറ്റ് ആണ്. ഗ്രീനോകൈറ്റ് ആണ്. ഓക്കെ, ഗോൾഡിന്റെ ഓർ ചോദിക്കാറുണ്ട്. ഗോൾഡിന്റെ സിമ്പിൾ ഓർക്കണം, AU ആണ്. ഗോൾഡിന്റെ ഓർ എന്ന് പറയുമ്പോൾ ഓക്കെ, AuTe2 എന്ന് പറയുമ്പോൾ കാലവറൈറ്റ് ആണ്. കാലവറൈറ്റ്. അടുത്തുണ്ട് AgAu twice Te2. സിൽവനൈറ്റ് ആണ്. സിൽവനൈറ്റ് ആണ്. ഓക്കെ, ദെൻ ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. നിങ്ങൾ എക്സ്ട്രാ നോക്കണം. ഇതുകൂടാതെ ഇഷ്ടം പോലെ കോമൺ ആയിട്ട് വരുന്ന കുറെ എന്താ പറയും എലമെന്റ്സ് നമുക്ക് ചോദിക്കും. അത് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. ഈ കോമൺ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ കെമിക്കൽ ഫോർമുല ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന. അത് നിങ്ങളിങ്ങനെ ഇതിന്റെ കൂടെ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് പോകണം. കാരണം കോപ്പർ സൾഫേറ്റ്, അലൂമിനിയം സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ. അത് ആക്ച്വലി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അതിന്റെ ചാർജ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം സൾഫേറ്റിന്റെ ചാർജ് എത്രയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കിട്ടും. അതിങ്ങനെ കോമൺ ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ കുറെ കൂടി ഇതിന്റെ കൂടെ അങ്ങനെ ആഡ് ഓൺ ചെയ്ത് പോയാൽ മതി.